ചെന്നിത്തല ചിലപ്പോൾ പേടിക്കുമായിരിക്കും. എനിക്കാരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉത്തരവാദിത്തം ഞാൻ പറഞ്ഞോളാം, പറയേണ്ട സ്ഥലത്ത് പറഞ്ഞോളാം. അപ്പം ഇതൊക്കെ കേട്ട് പേടിക്കുന്നവർ പേടിക്കും. ഈ പെപ്പിടി വിധിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട. അങ്ങനെ ചെയ്യില്ല. ഞാൻ ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ്. I am on my legs. You don't have any right. No. To interrupt. No. ലോണ കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. എന്താടോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? പിന്നെ CPM കോൺഗ്രസിൽ ഭയങ്കര മുഖ്യമന്ത്രി തർക്കമാണ്, കോൺഗ്രസിൽ ഭയങ്കര പ്രശ്നമാണ്. സാറേ, ഞങ്ങൾ ഗവൺമെന്റായിട്ട് പോവാണ്. അതൊക്കെ ഉണ്ടാവും, ജനാധിപത്യ പാർട്ടികളിൽ അതൊക്കെ ഉണ്ടാവും. അർഹതപ്പെട്ട ഇഷ്ടംപോലെ ആളുകൾ ഇതിനകത്തുണ്ട്. എന്നേക്കാൾ അർഹതയുള്ള ആളുകളുണ്ട്. ഞാനായെന്ന് മാത്രമുള്ളൂ. മനസ്സിലായില്ല? അതൊക്കെ നടക്കും ജനാധിപത്യ പാർട്ടി. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? നിങ്ങളുടെ പാർട്ടിയിൽ CPM-ൽ എല്ലാം ശാന്തമാണല്ലോ, അല്ലേ? എന്താണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നടക്കുന്ന കാര്യങ്ങൾ? അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. എന്താ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നടക്കുന്ന കാര്യങ്ങൾ? സാർ, ഞാൻ പ്രതിപക്ഷ നേതാവായി വന്ന് കസേരയിൽ ഇരുന്നപ്പോൾ എന്നെ ആരും ചോദ്യം ചെയ്തില്ല. പാർട്ടിയിൽ പ്രതിപക്ഷ നേതാവിനെയും പാർട്ടി സെക്രട്ടറിയെയും പാർട്ടിയിലെ അണികളും നേതാക്കന്മാരും ചോദ്യം ചെയ്യാണ് നേതൃത്വത്തെ, അല്ലെ നിങ്ങളുടെ പാർട്ടിയിൽ? അതൊക്കെ വല്ലാത്തൊരു പൂതിയാണ് കേട്ടോ. ഇവിടെ ഞാനോ ഞങ്ങളോ ആദ്യമായിട്ട് നേരിടുന്നതല്ല. ധൈര്യമായിട്ട് നടന്നോളൂ. ചോര കണ്ട അറപ്പ് മാറിയവനാ ഞാൻ. നല്ലോണം ചിരിക്കുന്നില്ലേ? ചിരിക്കുന്നവർ നല്ലോണം മനസ്സിലായിക്കോ. നിങ്ങളെല്ലാം പിന്താങ്ങിക്കൊണ്ടിരിക്കുന്ന വലതുപക്ഷ മാധ്യമങ്ങള് കൊത്തിക്കീറി വലിച്ചു നടക്കുകയായിരുന്നു. അന്നൊന്നും നമ്മളൊക്കെ തകർന്നു പോയിട്ടില്ല കേട്ടാ. അതിനെല്ലാം നേരിട്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. എന്നെയോ ഞങ്ങളെയോ ഈ സ്ഥാനത്ത് പാടില്ല എന്ന് ഞങ്ങളുടെ പാർട്ടിയിൽ എവിടെയും ആലോചിച്ചിട്ടില്ല. സ്വാഭാവികം. അതെല്ലാം ഈ നാട്ടിലെ വലതുപക്ഷ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. അത് കേട്ടിട്ടിതാ ഇപ്പൊ CPM തകരാൻ പോകുന്നേന്ന് വിചാരിച്ച് നിങ്ങൾ വല്ലാതെ മോഹിച്ച് നിൽക്കണ്ട കേട്ടാ. അല്ല CPM-ൽ എല്ലാം നന്നായി നടക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. എന്താ കാര്യം? കാരണം എന്താ അറിയോ? ഒരു തിരുത്തലും ഇല്ല. ഇതെല്ലാം കറക്റ്റാണെന്ന് നിങ്ങൾ തീരുമാനിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ ഇങ്ങനെ തന്നെ പോകണം. ഇതിലും വലിയൊരു അടി അവർക്ക് ഇനി കിട്ടാനില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇപ്പൊ തന്നെ കഴിഞ്ഞ 5-6 കൊല്ലമായിട്ടുള്ള ഞാൻ സംസാരിച്ചോട്ടെ സർ. ഞങ്ങളുടെ കാര്യം നിങ്ങളുടെ MLA-മാർ പറഞ്ഞപ്പോ അങ്ങ് എഴുന്നേറ്റ് ഇത് പറഞ്ഞില്ലല്ലോ. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം എങ്ങനെ കിട്ടിയതെന്നും ഞങ്ങളുടെ മുഖ്യമന്ത്രി തർക്കത്തെ കുറിച്ചൊക്കെ LDF അംഗങ്ങൾ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചപ്പോ ഞാൻ എന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പ്രകോപിതനായില്ലല്ലോ. ഞാൻ പ്രകോപിതനായില്ല. ഞാനത് ചിരിച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരുന്നു. സാർ, ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ച് നിങ്ങളുടെ LDF അംഗങ്ങൾ സംസാരിച്ചാൽ തിരിച്ചു മറുപടി കിട്ടും. അത്രേ ഉള്ളൂ. പറയുന്നത് അങ്ങെന്ന് പറഞ്ഞാൽ VD സതീശൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഞാനിവിടെ ഇരിക്കുന്നത് പ്രതിപക്ഷ നേതാവായിട്ടാണ്. അങ്ങ് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. ആ മറുപടിയാണ് ഞാൻ പറയുന്നത്. ഞാനത് അപ്പുറത്തുള്ള അംഗങ്ങൾ സംസാരിച്ചതിന്റെ മറുപടി പറയാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. എന്റെ പാർട്ടിയെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത് എന്റെ പാർട്ടി, എന്റെ മുന്നണിയാണ്. എന്റെ പാർട്ടിയെ കുറിച്ചും എന്റെ മുന്നണിയെ കുറിച്ചും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ജയശങ്കർ, ഇന്ന് പിണറായി വിജയൻ നിയമസഭയിൽ സതീശനെ വെല്ലുവിളിച്ചതുപോലെ CPM-ലെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ഇനി അതിശക്തനായ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ തുടരുമോ? ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. അല്ല, CPM-ൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ട് CPM പാർട്ടിയോ അതിൻ്റെ സമുന്നത നേതാക്കന്മാരാരെങ്കിലുമോ സഖാവ് പിണറായി വിജയനോ പറഞ്ഞിട്ടില്ല. പോട്ടെ, CPM-ന്റെ തെരഞ്ഞെടുപ്പിൽ പരാജയം ഉണ്ടായിരുന്നു പോലും അവർ അംഗീകരിച്ചിട്ടില്ല. എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? പിണറായി വിജയന്റെ വെല്ലുവിളി കേട്ടാൽ തോന്നുന്നു അദ്ദേഹമാണ് മുഖ്യമന്ത്രി, VD സതീശൻ ഇപ്പോഴും പ്രതിപക്ഷ നേതാവാണ് എന്ന്. പക്ഷെ അങ്ങനെയല്ല. ഇത് പാർട്ടിക്ക് തെറ്റുപറ്റി, മുന്നണിക്ക് തെറ്റുപറ്റി, പല സ്ഥലങ്ങളിൽ തിരുത്തേണ്ട സ്ഥലത്ത് തിരുത്തിയില്ല. അതിൽ ജാഗ്രത കുറവുണ്ടായി, വീഴ്ചയുണ്ടായി എന്നൊക്കെയാണ് പാർട്ടി നേതാക്കന്മാർ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നത്. പാർട്ടി കമ്മിറ്റിയിൽ പറഞ്ഞല്ലോ. കമ്മിറ്റിയിൽ പറയുന്നത് പത്രമാധ്യമങ്ങളിൽ വരെ നമുക്ക് അതേപടി വിശ്വസിക്കാൻ പറ്റിയില്ല. മാത്രമല്ല, നമ്മുടെ കയ്യിൽ അതിൻ്റെ തെളിവില്ല. പക്ഷേ ഇവരിൽ പലരും അവർ പത്രപ്രസ്താവനകളിലും അതുപോലെ അഭിമുഖ സംഭാഷണങ്ങളിലും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴൊക്കെ പറയുന്നത്
മുന്നണിക്ക് ചില വീഴ്ചകൾ സംഭവിച്ചു. തിരുത്തേണ്ട സമയത്ത് തിരുത്തലുണ്ടായില്ല. വ്യക്തിപൂജ വളരെ വ്യാപകമായിരുന്നു. ഒരു നേതാവിൻ്റെ മാത്രം പടം വച്ച് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഹോർഡിംഗ് അടിച്ചതും LDF അല്ലാതെ മറ്റാര് എന്നൊരു ചോദ്യം ചോദിച്ചതും അത്ര പന്തിയായില്ല. ആ ചോദ്യം ജനങ്ങൾ തെറ്റായ രീതിയിൽ എടുത്തു. അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു വിപ്രതിപത്തി ഉണ്ടായി എന്നാണ്. യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ ഇവരാരും പറയുകയില്ല. കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? കാരണം എന്താ വെച്ചാൽ ഈ തീരെ ഭരണപരിചയമില്ലാത്ത 10-18 പേരെ വെച്ച് മന്ത്രിസഭ ഉണ്ടാക്കി കഴിവും പ്രാപ്തിയുള്ള ആളുകളെ പുറത്ത് നിർത്തുകയും ചെയ്തു. അതാണ് ഒന്നാമത്തെ തെറ്റ്. പിന്നെ ഈ വന്ന ആളുകൾ തന്നെ നിലാവത്ത് കോഴി അഴിച്ചു വിട്ട പോലെ 5 കൊല്ലവും മന്ത്രിമാരായിട്ട് തുടർന്നു. ഞാനിപ്പോൾ അവരുടെ ആരുടെയും പേരെടുത്ത് പറഞ്ഞ് ആ പാവങ്ങളെ വേദനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മിക്കവർക്കും തന്നെ ഇപ്പം നിയമസഭയിൽ കയറണമെങ്കിൽ പാസ് എടുക്കേണ്ട അവസ്ഥയാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പരാധീനതകളുണ്ട്. പിന്നെ ലോക കേരള സഭ നടത്തി, നവകേരള സദസ്സ് നടത്തി, 20 മന്ത്രിമാർ ഒരു ബസ് ചാർട്ടർ ചെയ്ത് 140 മണ്ഡലങ്ങളിലും പര്യടനം നടത്തി നമ്മളെപ്പോലുള്ള ആളുകളുടെയൊക്കെ ആ ജീവിത ദുഃഖങ്ങളും പ്രശ്നങ്ങളും പ്രാരബ്ധങ്ങളൊക്കെ കണ്ടുപഠിക്കാനായിട്ട് അവർ പഠിച്ചു. കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി. പക്ഷേ നമുക്കതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമുണ്ടായില്ല. ക്ഷേമ പെൻഷനുകൾ മുടങ്ങി. ഏത് കാലത്തും സർക്കാരിന് കൂട്ടിയതൊരു വലിയ വിഭാഗം എന്ന് പറഞ്ഞാൽ ഈ പെൻഷൻ കിട്ടുന്ന ആളുകൾ, സാധാരണക്കാർ, വിധവകൾ, കർഷക തൊഴിലാളികളൊക്കെയാണ്. അവർ തന്നെ അസ്വസ്ഥരായി. അതുപോലെ സർക്കാരിനെ താങ്ങിയിരുന്ന, ഇടതുപക്ഷത്തെ താങ്ങിയിരുന്ന ഒരു പ്രധാനപ്പെട്ട തൂണ് എന്ന് പറയുന്നത് ഈ സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അവർക്ക് ക്ഷാമബത്ത പല ഗഡുക്കളും കുടിശ്ശികയായി. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ജനങ്ങളെതിരായി. അതിനു പുറമെയാണ് തിരുവനന്തപുരത്ത് നടന്ന ആശാസമരം. ആശാസമരത്തോടുള്ള സർക്കാരിൻ്റെ നിലപാട് ആശാസ്യമായിരുന്നില്ല എന്ന് നമ്മുടെ സഖാവ് ബിനോയ് വിശ്വം ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് അദ്ദേഹത്തിന് അത് തോന്നി. ഇത് തോന്നേണ്ട സമയത്ത് തോന്നേണ്ടത് തോന്നാതിരിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം തോന്നുകയും ചെയ്തിട്ട് പ്രത്യേകിച്ച് ഫലമില്ല. അത് അദ്ദേഹത്തിന് പറയാം, നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ എന്തുകൊണ്ടുണ്ടാവും എന്ന് ചോദിച്ചാൽ ഇത് ഒരു ജനാധിപത്യ സംവിധാനത്തിലല്ല പ്രവർത്തിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞാലും അതിൽ ഇടതുപക്ഷവും ഇല്ല, ജനാധിപത്യവും ഇല്ല, ഇപ്പോൾ ഒരു മുന്നണിയുമല്ല എന്ന അവസ്ഥയിലെത്തി. 100% ഞാൻ യോജിക്കുന്നു. പണ്ട് നമ്മൾ ഐക്യജനാധിപത്യ മുന്നണിയെ കുറിച്ച് പറയും. ഐക്യജനാധിപത്യ മുന്നണിയിൽ ഐക്യവുമില്ല, ജനാധിപത്യവും ഇല്ല, അതൊരു മുന്നണിയുമല്ല എന്ന് ഞാനൊക്കെ പണ്ട് പ്രസംഗിച്ചുകൊണ്ടിരുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ സംഗതി മറിച്ചായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ജനാധിപത്യമില്ല, അത് ഇടതുപക്ഷ മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ വലതുപക്ഷത്തേക്കാൾ വലതുപക്ഷത്താണ് ഇടതുപക്ഷത്തിൻ്റെ നിൽപ്പ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാത്രമല്ല, ഇത്തവണ ഈ നിയമസഭയിൽ എഴുന്നേറ്റ് മറുപടി പറയാൻ ആരുമില്ല. പിന്നെ ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. പിണറായി വിജയൻ നിയമസഭയിൽ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത പ്രതിപക്ഷ നേതാവായി മാറി എന്ന് വെച്ചാൽ എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. പ്രതിപക്ഷത്ത് ഇദ്ദേഹത്തോളം തൻ്റെ ഇടമുള്ള വേറൊരു നേതാവുമില്ല. അദ്ദേഹം മാറിയാൽ ആ സ്ഥാനത്ത് ശൂന്യതയായിരിക്കും. കാരണം ബാക്കി പ്രധാനപ്പെട്ട ആളുകൾക്ക് തോറ്റുപോയി. അവരെയൊക്കെ ജനങ്ങൾ തോൽപ്പിച്ച് വീട്ടിലിരുത്തിയിരിക്കുക. ഇപ്പം കഴിഞ്ഞ നിയമസഭയിൽ വളരെ ഘോരമായിട്ട് പ്രസംഗിച്ചിരുന്ന ആളുകളൊക്കെ അവിടെ പി രാജീവ് ഉണ്ടായിരുന്നുള്ളൂ. താർക്കികനായിരുന്നു, താത്വികനായിരുന്നു, പ്രത്യയശാസ്ത്ര വിശാരദനായിരുന്നു. അദ്ദേഹത്തിന് വിശാരദത്തിന് ഇപ്പോഴും കുറവൊന്നുമില്ല. പക്ഷേ നിയമസഭയിൽ കയറാൻ പറ്റിയില്ല, തോറ്റുപോയി. MP രാജേഷ് വേറൊരു ചിന്തകനായിരുന്നു, ഇപ്പം അദ്ദേഹത്തെയും കാണാനില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആളുകളെല്ലാവരും തോറ്റ് തട്ടുംപുറത്ത് കയറി. ശൈലജ ടീച്ചർ എവിടെ? വീണ ജോർജ് എവിടെ? CPIയുടെ പ്രസാദും രാജനും മാത്രമാണ് കട്ടിച്ച് രക്ഷപ്പെട്ടത്. ബാക്കി എല്ലാവരും തോറ്റുപോയി. അപ്പം ഇങ്ങനെ ഒരു വലിയ വിപര്യം ഇപ്പോൾ പ്രതിപക്ഷത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പിണറായി വിജയൻ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത പ്രതിപക്ഷ നേതാവായി മാറിയത് മറ്റേ വാഗ്ദാടിയുള്ള ആളുകളൊക്കെ തോറ്റുപോയതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് പ്രായാധിക്യമുണ്ട്, അനാരോഗ്യമുണ്ട്, 100,000 പ്രശ്നങ്ങളുണ്ട്. എന്നാൽ പോലും ഈ പടം നയിക്കാൻ മറ്റാരും ഇല്ലാത്തതുകൊണ്ട് അനാരോഗ്യവും പ്രായാധിക്യവും അതിൽ നിന്നുണ്ടാകുന്ന മറ്റ് പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ച് പുള്ളി നിയമസഭയിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ ഏതാണ്ട് ശരശൈലിയിൽ കിടക്കുന്ന ഭീഷ്മാചാര്യൻ്റെ അവസ്ഥയിലാണ് ഇപ്പോൾ പിണറായി സഖാവ്. നമുക്ക് അദ്ദേഹത്തോട് സഹതാപമാണ് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത്രയും കാലം പട നയിച്ച് ഒരു പരുവത്തിലായി 10 കൊല്ലം കേരള മുഖ്യമന്ത്രിയായിട്ടിരുന്ന് ഭരിച്ച് ഏക ഛത്രാധിപതിയായിട്ടിരുന്ന ആളാണ്, ഇല്ലേ? 10-40 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി സഞ്ചരിച്ചിരുന്ന ആളിപ്പോൾ ഒരു അകമ്പടിയില്ല. ഇപ്പോൾ പാറ്റന്റ് ആകം വേണ്ട, ഫയർ എഞ്ചിനും വേണ്ട, അതുപോലെ ആംബുലൻസും വേണ്ട. ഇതൊന്നുമില്ലാതെ അദ്ദേഹത്തിന് സുഖമായിട്ട് നടക്കാം. ആരും ഒന്നും ചെയ്യില്ല. ശ്രീ ജയശങ്കർ സൂക്ഷിക്കണം. ഒപ്പമുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിലുണ്ടായിരുന്ന വാഹനങ്ങളുടെ എണ്ണം തെറ്റിപ്പറഞ്ഞതിന് ഒരാൾക്കെതിരെ ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട് പിണറായി വിജയൻ, രമേശ് ചെന്നിത്തലയ്ക്ക്. അത്രയല്ലേ ഉള്ളൂ. ഈ രമേശ് ചെന്നിത്തലയ്ക്ക് അദ്ദേഹം ഇപ്പോഴല്ലേ പരാതി കൊടുത്തു. എനിക്കെതിരെ അദ്ദേഹം എത്ര കൊല്ലം മുമ്പ് 50 ലക്ഷം രൂപ ചോദിച്ച് വക്കീൽ നോട്ടീസ് അയച്ചല്ലേ. എന്നിട്ട് അപ്പോൾ ഇതൊന്നും കേട്ടാലും ജയശങ്കർ പേടിക്കില്ല.
ഭീകരനാണോ ഭീകരൻ, കൊട്ടും ഭീകരൻ. ചെന്നിത്തല ചിലപ്പോൾ പേടിക്കുമായിരിക്കും. എനിക്കാരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വാഹന വ്യൂഹത്തിൽ ഇപ്പോൾ 39 ഉണ്ടായിരുന്നുള്ളൂ, 40 ഇല്ലായിരുന്നു പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ പറഞ്ഞോളാം, പറയേണ്ട സ്ഥലത്ത് പറഞ്ഞോളാം. അപ്പം ഇതൊക്കെ കേട്ട് പേടിക്കുന്നവർ പേടിക്കും. ഈ പെപ്പിടി വിധിയൊന്നും എൻ്റെ അടുത്ത് വേണ്ട. ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. പറഞ്ഞ മനസ്സിലായില്ലേ? കേരള ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ആംബുലൻസിൻ്റെയും ഫയർ എഞ്ചിൻ്റെയും ആകമ്പടിയോട് യാത്ര ചെയ്യുന്ന വീര് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഓർമ്മ വെക്കുന്ന കാലത്ത് അച്യുതമേനോനാണ് കേരള മുഖ്യമന്ത്രി. അച്യുതമേനോൻ, കരുണാകരൻ, മുൻ പിന്നീട് മുഖ്യമന്ത്രിമാർ AK ആന്റണി. മരിച്ച ആംബുലൻസിൽ പോകുന്ന കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിമാരുടെ വാഹന വ്യൂഹത്തിൽ ആംബുലൻസ് ഞാൻ കണ്ടിരുന്നില്ല മുമ്പ്. അതെ, ആംബുലൻസ് ഞാനും കണ്ടിട്ടില്ല. അമേരിക്കൻ അംബാസഡർ കൊച്ചിയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ആംബുലൻസ് ഉണ്ടായിരുന്നു. കാരണം ഇതിന് അദ്ദേഹത്തിന് നേരെ വല്ല ആക്രമണം നടക്കുകയാണെങ്കിൽ അപ്പോൾ വൈദ്യസഹായം കൊടുക്കാൻ വേണ്ടിയിട്ട് ആംബുലൻസ് കണ്ടിട്ടുണ്ട്. അല്ലാതെ കേരളത്തിലൊരു മുഖ്യമന്ത്രിക്ക് ആംബുലൻസിൻ്റെ പിന്തുണ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ജനങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കല്ലേ. കാണുന്നവർക്ക് ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രി EK നായനാർ പോകുന്നു അവർ കണ്ടിട്ടുണ്ട്, അച്യുതാനന്ദൻ പോകുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പം ഇദ്ദേഹത്തെ പോലെ ഒരാൾ ഛത്രചാമര പരിവീജിതനായിട്ട് പണ്ട് എന്താണ് നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാവുണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് ഇത്ര അകമ്പടി ഉണ്ടായിരുന്നില്ല. അത് വെറും മഹാരാജാവായിരുന്നു. ഇദ്ദേഹം കേരള ചക്രവർത്തിയാണ്. അപ്പോൾ ആളുകൾ വെറുത്തു. അതാണ് ശരിക്കുള്ള പ്രശ്നം. എന്ന് വെച്ച് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത്, മനസ്സിലായോ? ആളുകളെ വെറുപ്പിച്ചു എന്നുള്ളതാണ്. അത് അംഗീകരിക്കുന്നതിന് പകരം മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു, സ്പീക്കറെ വെല്ലുവിളിക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരായ മന്ത്രിമാരെ വെല്ലുവിളിക്കുന്നു, ലീഗുകാരെ വെല്ലുവിളിക്കുന്നു. ആർക്കും വിളിക്കാം. പക്ഷേ ഈ വെല്ലുവിളിക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ, ആർജവമുണ്ടോ, അത് ജനങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. പോത്തിന്റെ അടുത്ത് വേദം മൂന്നിട്ട് എന്താ കാര്യം? അപ്പം ഇതുപോലെയുള്ള ചപ്പടാച്ചികളുണ്ട്, പിപ്പിടി വിദ്യ കൊണ്ടുമാണ് പുള്ളി പാവം ഈ വയസ്സുകാലത്ത് പിടിച്ചു നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, സഹതാപമാണ് വേണ്ടത്. നീ എനിക്കൊരു പാലായിട്ട് ഇറങ്ങിയിരിക്കണല്ലേടാ. പല നേതാക്കളും ഇപ്പോൾ നിയമസഭയിൽ വരണമെങ്കിൽ അവർക്ക് പാസ് എടുക്കണമെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. പക്ഷെ അവരൊന്നും പിൻവാങ്ങിയിട്ടില്ല. MP രാജേഷ് ആണെങ്കിൽ സഭയിൽ കയറാൻ പാസ് എടുക്കണമെങ്കിൽ പുറത്തു നിന്ന് ഘോരം വെല്ലുവിളിക്കുന്നുണ്ട്. എത്ര കിട്ടി എന്ന് ചോദിച്ചു. ഇന്ന് VD സതീശൻ സഭയിൽ നല്ല ഒന്നാന്തരം മറുപടി നൽകിയിട്ടുണ്ട്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. പിണറായി വിജയനും VD സതീശനും പല തവണ ഏറ്റുമുട്ടി. മറുപടി പ്രസംഗത്തിനിടയിൽ പലതവണ പിണറായി വിജയൻ ഇടപെട്ടു. ഞാൻ അങ്ങേക്ക് വഴങ്ങാന്ന്, ഞാൻ അങ്ങേക്ക് വഴങ്ങാം. ഒരു മര്യാദ ഉണ്ട്. ഞാൻ എൻ്റെ ഒരു പോയിന്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് വഴങ്ങാം. അങ്ങേ പോലെ ഒരാൾ എഴുന്നേറ്റ് ഞാൻ വഴങ്ങായിരിക്കോ? ഞാൻ വഴങ്ങാം. അങ്ങ് പ്രക്ഷുബ്ധനാവല്ലേ, ശോഭിക്കല്ലേ? അതെ, ഇടഞ്ഞ ഞാൻ കൊമ്പനാ, കൊമ്പൻ. ഇടഞ്ഞില്ലെങ്കിലോ? കൊലയില്ലാത്ത കൊമ്പൻ. അങ്ങനെ ചെയ്യല്ലേ. ഞാൻ ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ്. ഐ ആം ഓൺ മൈ ലെഗ്സ്. യു ഡോണ്ട് ഹാവ് എനി റൈറ്റ്. No, to interrupt. No. ഇംഗ്ലീഷ് ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ നേരിടേണ്ടത് ഇങ്ങനെയല്ലോ. യു ഹാവ് നോ റൈറ്റ് എന്നാണ് പറഞ്ഞത്. എന്താ ഷൈഡ് പറഞ്ഞ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. അങ്ങനെയാണോ നേരിടേണ്ടത്? അങ്ങനെയാണോ പ്രതിപക്ഷത്തെ നേരിടേണ്ടത്? അങ്ങനെയാണോ പ്രതിപക്ഷത്തോട് സംസാരിക്കേണ്ടത്? എഴുത്തും വായന അറിയാൻ പാടില്ലാത്തവരെ കളിയാക്കുന്നോടാ. ഞാൻ വളരെ കൃത്യമായിട്ട് അദ്ദേഹം എഴുന്നേറ്റപ്പോൾ തന്നെ അദ്ദേഹത്തിന് വഴങ്ങാം. ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ് എന്ന് പറഞ്ഞു. ഞാൻ മുഖ്യമന്ത്രി ആയി അങ്ങ് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എഴുന്നേൽക്കുമ്പോൾ അങ്ങോട്ട് പറയാറുണ്ട് വഴങ്ങാം എന്ന് പറയുമ്പോൾ ഇദ്ദേഹം അങ്ങയുടെ അടുത്തിരിക്കുന്ന ഈ അംഗം ബഹളമുണ്ടാക്കിയതുപോലെ ഞാൻ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടോ? അപ്പം ഞാനിരിക്കും. അപ്പം അങ്ങ് ഇരുന്ന് തരും, അങ്ങ് എനിക്ക് വഴങ്ങിത്തരും. ഞാൻ എപ്പോഴെല്ലാം എഴുന്നേറ്റിട്ടുണ്ട് പ്രതിപക്ഷ നേതാവായി, അന്നെല്ലാം മുഖ്യമന്ത്രിയായിരുന്നു അങ്ങ് വഴങ്ങി തന്നിട്ടുണ്ട്. ഞാൻ വഴങ്ങാന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം നിരന്തരമായി ഞാൻ പ്രസംഗിക്കുമ്പോൾ എൻ്റെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ബഹളം ഉണ്ടാക്കി. അങ്ങേ പോലെ ഒരാൾക്ക് യോജിച്ചല്ല. ഐ ആം ഓൺ മൈ ലെഗ്സ് എന്ന് പറഞ്ഞാൽ അതൊരു പാർലമെന്ററി വേർഡാണ്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ആ പാർലമെന്ററി വേർഡ് അത് നിങ്ങൾ പരിശോധിച്ചാൽ മതി. പഴയ പാർലമെന്റ് അംഗങ്ങളും നിയമസഭാ അംഗങ്ങളും ഒക്കെ പ്രസംഗിച്ചത് എനിക്ക് വായിച്ചു നോക്കിയാൽ അറിയാം. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? അവിടെയാണ് പാർട്ടിയുടെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നം കിടക്കുന്നത്. നേരത്തെ PMS ആണെങ്കിലും അച്യുതാനന്ദനാണെങ്കിലും നായനാരാണെങ്കിലും അവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവുക. ഇപ്പം അങ്ങനെയല്ല, മൊത്തം താത്വികന്മാരാണ്, പ്രത്യയശാസ്ത്ര വിശാരദന്മാരാണ്. അവർ പ്രത്യയശാസ്ത്ര പ്രശ്നമായിട്ടാണ് തെരഞ്ഞെടുപ്പിലെ തോൽവിയെ
മനസ്സിലാക്കുന്നതും അതിനെ അഭിസംബോധന ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ കേൾക്കുന്നവർക്ക് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച് അത്ര പിടിപാടില്ലാത്തതുകൊണ്ട് ഇവർ പറയുന്ന എന്തോ മറുഭാഷയാണ്. ചില പെന്തിക്കോസ്ത് പാസ്റ്റർമാരൊക്കെ മറുഭാഷ പറഞ്ഞിട്ടില്ല, അതുപോലെ എന്തോ ആണെന്നാണ് സാധാരണക്കാർ വിചാരിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ അവർക്ക് ഭ്രാന്താണെങ്കിൽ നമുക്ക് ഭ്രാന്താണ് എന്ന് ജനങ്ങൾക്ക് തോന്നും. അപ്പോൾ ആരും സ്വയം ഭ്രാന്തന്മാരാകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇവർ പറയുന്ന അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ, പിച്ചും പേയും പറയുന്നതായിരിക്കും എന്ന് കരുതി അവരെ വിട്ടയക്കും. അത്ര കാര്യമുള്ളൂ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അയ്യോ കഴിഞ്ഞില്ല ഇനി കൊറേ ഉണ്ട് ചിരി മണ്ണ് തപ്പും നിന്റെ ഒരു കോമഡി പറഞ്ഞടാ. ഇത് കലക്ക വെള്ളമാണ്, ഏതോ തോട്ടിൽ നിന്നെടുത്ത വെള്ളമായിരിക്കും. ഇവിടെ സാർ രാവിലെ നമ്മൾ അതിഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്തത്. ഇത് അമീബിക് മസ്തിഷ്ക ജ്വരമടക്കം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള വെള്ളമായിരിക്കും. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. അത്തരത്തിലുള്ളൊരു വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യം എന്താണ്? സാധാരണ വെള്ളം തന്നെ ഉപയോഗിക്കാമല്ലോ. ഇതാണ് പ്രശ്നം. ജലപീരങ്കി ഉപയോഗിച്ചോ എന്നത് സാധാരണ നടക്കുന്ന കാര്യമായിരിക്കും, പക്ഷേ വെള്ളം ഈ തരത്തിൽ ഉപയോഗിക്കാമോ? അതാണ് പ്രശ്നം. അത് ഗൗരവമായി ഗവൺമെൻറ് കാണേണ്ട ഒരു പ്രശ്നമാണ്. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. എന്റെ അറിവില്ലായ്മ കുറവുണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. പ്രതിഷേധിക്കാൻ വന്ന ആളുകളെ ചെടിച്ചട്ടുകൊണ്ടും ഹെൽമറ്റ് കൊണ്ടും തല്ലിച്ചതച്ച് ഗൺമാന്മാരുടെ നീളൻ വടി കൊണ്ട് പൊതിരെ തല്ലി ഇഞ്ചപ്പരുവമാക്കിയിട്ട് അതിനെ രക്ഷാപ്രവർത്തനം എന്ന് ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിച്ച ആളാണ് 200 കുപ്പിയിൽ റോഡിൽ നിന്ന് കോരിയ വെള്ളവുമായി വന്ന് ജലപീരങ്കിയിലെ വെള്ളത്തെക്കുറിച്ച് നിയമസഭയിൽ പരാതിപ്പെടുന്നത്. നാണക്കേട് പോലും നാണിച്ചു പോകും പിണറായി വിജയൻ്റെ മുന്നിൽ. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.